അദ്ദേഹം സ്വജീവിതത്തിൽ ഒരു കഥാകാരൻ എന്നതിനപ്പുറത്ത്, ഒരു സിനിമാ നടൻ എന്നതിനപ്പുറത്ത്, ഒരു സെലിബ്രിറ്റി എന്നതിനപ്പുറത്ത് അദ്ദേഹം നടത്തിയ വിവിധ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. കമ്മ്യൂണിസത്തിന്റെ പൊള്ളയായ അവസ്ഥകളെ അദ്ദേഹം എത്രയോ തവണ തുറന്നു കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ മുന ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം എത്രയോ തവണ വിമർശിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കടന്നു വരുന്ന സംഘ് പരിവാർ കാവ്യവൽക്കരണത്തെ അദ്ദേഹം നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരുപക്ഷെ ശ്രീനിവാസന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിനിമാ മേഖലയിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലാണ്. ആ മോഹൻലാലിനെ പോലും ഒരു കാലഘട്ടത്തിൽ വിമർശനത്തിന്റെ ശയ്യയിൽ കടത്താൻ സാധിച്ച ഒരാളാണ് ശ്രീനിവാസൻ. അപ്പോൾ ബന്ധങ്ങൾക്കപ്പുറത്ത് വിമർശനങ്ങളും വിമർശനങ്ങൾക്കപ്പുറത്ത് സ്നേഹബന്ധവും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ബുക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടിരുന്നു. അന്ന് മേയാ കുൾപ്പ എന്നായിരുന്നു എൻ്റെ ബുക്കിന്റെ പേര്. അപ്പോൾ ഇത് വായിക്കുന്നവർ മേയാ കുൾപ്പ എന്ന് പറയുമോടോ എന്ന് ചോദിച്ച് ചിരിച്ചൊരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. അതായത് മേയാ കുൾപ്പയുടെ അർത്ഥം എൻ്റെ പിഴ എന്നാണ്. അപ്പം ആ ബുക്ക് വായിക്കുന്നവർ എൻ്റെ പിഴ, ദൈവം ഇത് വായിച്ചു പോയല്ലോ എന്ന് പറയുമോ എന്ന് ചോദിച്ച് എന്നെ പോലും എന്നെ പരിഹസിച്ച ഒരു അവസ്ഥ ഞാൻ ആലോചിക്കണം.